നമസ്കാരം. ഞാൻ റൂസോ. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗായ് സ്റ്റേഷൻ 8. നിങ്ങളുടെ മൂലഘടകം. നിങ്ങൾക്കിഷ്ടമില്ലാത്ത പ്രവൃത്തിയിലൂടെ നിങ്ങൾക്കിഷ്ടമുള്ള പ്രവൃത്തിയിലെത്താം. ഇക്കാഗിയിൽ അഭിനിവേശം തിരിച്ചറിയണമെന്നുള്ളത് എത്ര പ്രധാനമാണെന്ന് നമ്മൾ കണ്ടു. നമ്മെ സന്തോഷകരമായി ഒഴുകാൻ അനുവദിക്കുന്ന പ്രവൃത്തിയാണിത്. മാത്രമല്ല, അതിലൂടെ നമ്മൾ ലോകത്തിന് ഉപകാരപ്രദമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന ആനന്ദവും ഉണ്ടാകും. എങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം പ്രചോദനങ്ങളും കൂടെ ഉത്തരവാദിത്വങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ എന്തിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്നറിയുക പ്രയാസമാണ്. അതുകൊണ്ട് ബുള്ളറ്റ് ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഇത് ചെയ്യാത്തതുകൊണ്ടാവും മിടുക്കരായ പലരും ഉദാസീനരായി സർഗസൃഷ്ടി തലത്തിൽ നിന്നും വളരെ അകന്ന് ജീവിതത്തിൻ്റെ അർത്ഥവും തേടി ഇപ്പോഴും മുന്നോട്ടു പോകുന്നത്. അവർക്ക് എങ്ങനെ തിരിച്ച് അവരുടെ അഭിനിവേശത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും? ഈ ഭൂലോകത്തിൽ നമ്മളുടെ സ്ഥാനമെന്ത്? ബാല്യത്തിൽ തന്നെ കുട്ടികളുടെ സർഗശക്തിയെ തിരിച്ചറിയാൻ പല സ്കൂളുകളും പരാജയപ്പെടുന്നു എന്നു മാത്രമല്ല, പലപ്പോഴും കുട്ടികളുടെ ഭാവനാശക്തിയെ തന്നെ അവർ നശിപ്പിക്കുന്നു. സർഗശക്തിയും കലാവാസനയും വളർത്താനായി മാതാപിതാക്കൾ അവരെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി ചേർക്കുന്നു. ഇതു പണച്ചെലവാണ്, കുട്ടികൾക്ക് അമിത ഭാരവുമാണ്. 1998 ബ്രിട്ടൻ സർഗശക്തി, വിദ്യാഭ്യാസം, സമ്പദ് വ്യവസ്ഥ എന്നൊരു കമ്മീഷന് തുടക്കം കുറിച്ചു. സർ കെൻ റോബിൻസൺ ആണ് അത് നയിച്ചത്. ബ്രിട്ടനിൽ മാത്രമല്ല, ലോകത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ ഇത് മാറ്റിമറിച്ചു. താൻ കൂടി ഇരയായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് അദ്ദേഹം ശക്തമായി വിമർശിച്ചത്. സ്കൂളോ കോളേജോ കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിയുന്നില്ല, അത് തിരിച്ചറിയാനായി അവരെ സഹായിക്കുന്നില്ല. അദ്ദേഹം ഒരു വ്യക്തിയുടെ മൂലഘടകത്തെക്കുറിച്ച് പറഞ്ഞതിനെ ആസ്പദമാക്കിയാണ് ഞങ്ങൾ അഭിനിവേശവും കഠിനാധ്വാനവും കൂട്ടിച്ചേർത്തത്. ഒറ്റ അസ്തിത്വമായി കണ്ട് ഒരു രേഖാചിത്രം വരച്ചത്. റോബിൻസൺ പറയുന്നു, നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പ്രാഗൽഭ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും തമ്മിൽ യോജിക്കുന്ന ഇടത്താണ് നമ്മുടെ മൂലഘടകമുള്ളത്. നമ്മളിത് തിരിച്ചറിയണം. അത് നമുക്ക് സംതൃപ്തി നൽകും. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയും അതിനെ ആശ്രയിച്ചിരിക്കും. ഇത് കണ്ടെത്താൻ എളുപ്പമല്ല. പലപ്പോഴും പലരും പാതി വഴിയിൽ വെച്ച് പിന്തിരിയും. നമ്മുടെ ഭയവും അരക്ഷിതാബോധവും മാത്രമല്ല, സമൂഹവും ധീരതയോടെ മുന്നോട്ടു പോകുന്നവരുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. വ്യത്യസ്ത ചിന്തകൾ പിന്തുടരുന്നവരെ ശിക്ഷിക്കും. അടുത്ത ചക്രവാളം. ഫൈൻഡിങ് യുവർ എലമെന്റ് എന്ന പുസ്തകത്തിൽ നമ്മൾക്കിഷ്ടമുള്ളത് കണ്ടെത്താനും കഴിവുപയോഗിച്ച് അത് മെച്ചപ്പെടുത്താനും അതുവഴി സർഗശക്തിയുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കാനും സഹായിക്കുന്ന ചില മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. സങ്കോചങ്ങളും അരക്ഷിതബോധവും മാറ്റി നിർത്തി സ്വാഭാവികമായി ഏതു വിഷയവും പാഠവുമാണ് നിങ്ങളിലുള്ളത് എന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഈ കഴിവിനെ ന്യായീകരിക്കുവാനും ദൃഢമാക്കുവാനും കഴിവുള്ള ആത്മവിശ്വാസവും ഉത്തരവാദിത്വവുമുള്ള ഒരു വ്യക്തിയായി സ്വയം മാറുക. രാവിലെ ഉണരുമ്പോൾ എന്താണ് നിങ്ങളിൽ പ്രചോദനം നിറയ്ക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യം എങ്ങനെ ആസ്വദിച്ച് ചെയ്യാം എന്ന് കണ്ടുപിടിക്കുക. കപ്പലോട്ടുന്നതും കപ്പൽ പണിയുന്നതും ഒരുപോലെ ആസ്വാദ്യം അല്ലല്ലോ. നിങ്ങളുടെ മൂലഘടകം എന്താണെന്നും എവിടെയാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹസിക യാത്ര ആരംഭിക്കാം. ജോലിക്ക് പോകുന്നത് ഉല്ലാസയാത്രയ്ക്ക് പോകുന്നത് പോലെ ആഹ്ലാദത്തോടെ ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? അയാൾ അഗ്നിശമന സേനാനിയാവാം, അധ്യാപകനാവാം, ഡാറ്റ അനലിസ്റ്റ് ആവാം. അതൊരു പ്രശ്നമല്ല. അയാൾ തൻ്റെ മൂലഘടകം കണ്ടുപിടിച്ചു എന്നതാണ് കാര്യം. ഇത്തരക്കാർ അവരുടെ കഠിനാധ്വാനത്തിലൂടെ കരുണ നിറഞ്ഞ ഒരു ഭൂമിയെ ഉണ്ടാക്കുന്നു. ഇത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നാണ്. റോബിൻസൺ പറയുന്നു, നിങ്ങളുടെ ഈ അന്വേഷണത്തിൽ പ്രതിബന്ധങ്ങളും പ്രതിഫലങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുമ്പ് മറ്റാരും ജീവിച്ചിട്ടില്ലെങ്കിലും ഈ വഴി സഞ്ചരിച്ച മറ്റനേകം പേരുണ്ടാകും. എന്നാൽ ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയോ എന്നും അതോ അടുത്ത ചക്രവാളത്തിലേക്ക് പോകണോ എന്നും, നിങ്ങളുടെ മൂലഘടകം കണ്ടെത്തിയോ എന്നും അതോ ഇനിയും ദൂരം ബാക്കിയുണ്ടോ എന്നും
നിങ്ങൾക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും സംശയിച്ചു നിൽക്കരുത്, കാരണം ഫലം തീർച്ചയായും ലഭിക്കും. ഇഷ്ടമുള്ളത്, ഇഷ്ടമില്ലാത്തത് ഒരു പരീക്ഷ. നെക്കോമാജിക് കണ്ടുപിടിച്ച അൽഹാൻഡ്രോ ജോഡോവിസ്കി പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത് എന്താണ് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇഷ്ടമുള്ളത് വ്യക്തമാകും. അങ്ങനെയാണ് ഈ പരീക്ഷ തുടങ്ങുന്നത്. 1. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്തത് എഴുതിയിടുക. സ്കൂളിൽ പിന്നെ കോളേജിൽ ഓരോ വിഷയവും എഴുതുക. അതിനുശേഷം എന്തുകൊണ്ട് ഇഷ്ടമല്ല എന്ന് എഴുതുക. 2. ഇഷ്ടമില്ലാത്ത ജോലികൾ ഏതെല്ലാം? നിങ്ങൾക്ക് പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ ഏത് ജോലി ചെയ്യുമ്പോഴാണ് ശൂന്യത അനുഭവപ്പെട്ടത് എന്ന് എഴുതുക. എന്തുകൊണ്ട് എന്നെഴുതുക. 3. ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് എന്തെല്ലാം? ഇതിൽ വീട്ടുജോലികൾ, മുഷിപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ എന്നിവ ഉൾപ്പെടും. എന്തുകൊണ്ട് എന്നെഴുതുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഒരു പൊതുഘടകം കണ്ടുപിടിക്കുക. മൂലഘടകം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവയെ ഒഴിവാക്കുക. ആവർത്തന വിരസത അനുഭവപ്പെടുന്നുണ്ടോ? അതോ സർഗാത്മകമായി ചിന്തിക്കേണ്ടി വരുമ്പോഴും തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴും വളരെയധികം സന്തോഷം തോന്നാറുണ്ടോ? ഒറ്റയ്ക്കാണോ സംഘം ചേർന്നാണോ പ്രവർത്തിക്കുന്നത്? ആരെങ്കിലും നിങ്ങളോട് ഇത് ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ടോ? അതോ അവർ നിങ്ങളെ ആശ്രയിക്കുകയാണോ ചെയ്യുന്നത്? ഇതിന് ശാരീരികമായും മാനസികമായും അധ്വാനം ആവശ്യമുണ്ടോ? അടുത്തതായി, ചെയ്യാൻ ഇഷ്ടമുള്ളതും ഇഷ്ടമുണ്ടായിരുന്നതുമായ കാര്യങ്ങൾ ഏതെല്ലാം എന്നെഴുതുക. സ്കൂൾ, മറ്റു വിദ്യാഭ്യാസകാലം, തൊഴിൽ, ദൈനംദിന ജോലികൾ. ചോദ്യം 4-ൽ കണ്ടതുപോലെ ഒരു പൊതുഘടകം കണ്ടുപിടിക്കുക. അതേ 4 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. നിങ്ങളുടെ മൂലഘടകമുണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും ആശയമോ മേഖലയോ ഉണ്ടെങ്കിൽ എഴുതുക. ഈ പറഞ്ഞ ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് നിർത്തിയോ? എന്തുകൊണ്ട്? അവയെ എങ്ങനെ തിരിച്ചെടുക്കാം എന്നെഴുതുക. 8. ഇഷ്ടമുള്ള പ്രവൃത്തികളുടെ പട്ടിക തയ്യാറാക്കിയാൽ ഏതാവും ആദ്യം വരിക? ഈ പ്രവൃത്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാധാന്യം കൊടുക്കാം? 9. ഇപ്പോൾ നിങ്ങളുടെ അഭിനിവേശം വ്യക്തമായി വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാം. എനിക്ക് ഏറ്റവും അധികം ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്താണ്? എന്തുകൊണ്ട് ഇതുവരെയും അത് ചെയ്തു തുടങ്ങിയില്ല? 10. ഇനി എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ ആരംഭിക്കും? ഏറ്റവും അടിയിൽ നിങ്ങളുടെ കയ്യൊപ്പിടുക. താങ്ക് യു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും നന്ദി.